പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 2ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ടി വരും, ചോദ്യത്തിൻ്റെ മോഡൽ എങ്ങനെയാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം എന്നതാണ്. 6 പ്രധാന ചോദ്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. ഉത്തരം ഇപ്പുറത്ത് ഡിസോർഡറായി നൽകിയിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് നേരെ ശരിയായ ഉത്തരം നമ്മൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ എഴുതിയിട്ടില്ല, തൽക്കാലം നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ എന്നതാണ്. മുഅല്ലിമൻ എന്നതാണ്. എന്നെ നിയോഗിക്കപ്പെട്ടത് ഒരു അധ്യാപകനായിട്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. ആ അർത്ഥത്തിൽ വരുന്ന ഒരു ഹദീസിൻ്റെ ഭാഗമാണത്. രണ്ടാമത്തത് കളവ് പറയൽ മുനാഫിഖിൻ്റെ ശീലമാണ്, കളവ് പറയുക എന്നത്. മൂന്നാമത്തത് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. നാലാമത്തത് പല്ലുകൾ വൃത്തിയിൽ സൂക്ഷിക്കാൻ മിസ്വാക്ക് ചെയ്യണം, അഥവാ പല്ല് തേക്കണം. 5 സുബഹ് നിസ്കാരം ഖള ആകും വൈകി ഉണർന്നാൽ. 6 ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ഇതുപോലത്തെ ചോദ്യങ്ങൾ ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാം. പാഠഭാഗവുമായി ബന്ധമുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ കഴിയും. അതുകൊണ്ട് പാഠം നന്നായി കുട്ടികളെ കൊണ്ട് വായിക്കാൻ ആവശ്യപ്പെടുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഉത്തരം എഴുതുക എന്നതിൽ 6 പ്രധാന ചോദ്യങ്ങളുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഏറെക്കുറെ ഉത്തരങ്ങൾ കുട്ടികൾക്ക് അറിയുന്നത് തന്നെയാണെങ്കിലും എഴുതുന്ന കാര്യമൊന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. 1. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പേര്. അബ്ദുള്ള ആമിന. ഉപ്പ അബ്ദുള്ളയാണ്, ഉമ്മ ആമിന റളിയല്ലാഹു അൻഹുമയാണ്. രണ്ടാമത്തത് സലാം മടക്കുന്നതിൻ്റെ വചനമാണ്. സലാം പറയുന്നതിൻ്റെ അല്ല, മടക്കുന്നതിൻ്റെ വ അലൈക്കുമുസ്സലാം എന്നാണ്. മൂന്നാമത്തത് വായന തുടങ്ങുമ്പോൾ എന്തു ചൊല്ലണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. നാലാമത്തത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദിൻ്റെ പേരെന്ത്? മാലിക് റളിയല്ലാഹു അൻഹു ആണ്. 5 സത്യം എന്നാൽ എന്ത്? ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ്. കുട്ടികൾ എഴുതുന്നതൊന്ന് ശ്രദ്ധിക്കുക. 6 നഖം നീട്ടി വളർത്തരുത്, കാരണം നീണ്ട നഖങ്ങൾക്കടിയിൽ രോഗാണുക്കൾ വസിക്കും എന്നതാണ്. ശേഷം 3 വായിക്കുന്നതിന് മുമ്പ് ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് വീഡിയോക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ അവസാനം എഴുതി അറിയിക്കുകയും ചെയ്യുക. 2 വീതം എഴുതാം എന്നുള്ള ചോദ്യമാണ്. 2 എഴുതി കൊടുത്തിട്ടുള്ളത്. സ്ഥല സൗകര്യത്തിനനുസരിച്ച് പറ്റുന്നതെല്ലാം അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. 1 മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളാണ്. അള്ളാഹു ഇഷ്ടപ്പെടും, ബുദ്ധി കൂടും, കാഴ്ച ശക്തി കൂടും, വായ വൃത്തിയാകും. ഇതൊക്കെ മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ പാഠപുസ്തകത്തിൽ പറഞ്ഞ ഗുണങ്ങളാണ്. വേറെയും ഉണ്ട്. 2 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അള്ളാഹ് എന്നുള്ളത് ഒരു നാമമാണ്. റഹ്മാൻ അള്ളാഹിൻ്റെ മറ്റൊരു നാമമാണ്. റഹീം അതുപോലെ അള്ളാഹുവിൻ്റെ വേറൊരു നാമമാണ്. 3 നാമങ്ങളായി. 3 ചോദ്യം മിസ്വാക്ക് ചെയ്യേണ്ട സമയങ്ങളാണ്. 2 എഴുതിയാൽ മതി. ഉറങ്ങും മുമ്പ്, ഉണർന്ന ഉടനെ, ഖുർആൻ ഓതും മുമ്പ്. ഇനിയുമുണ്ട്, നിങ്ങൾക്ക് എളുപ്പമുള്ളത് പഠിച്ച് എഴുതുക. 4 നഖം മുറിക്കൽ ഉത്തമമായ ദിവസങ്ങൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയും. ഇതാണ് നഖം മുറിക്കാൻ ഉത്തമമായ ദിവസം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ്, കാരണം പാഠഭാഗങ്ങളിലെ പ്രധാന വിഷയങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി 4 ചോദ്യത്തിലേക്ക് വരുമ്പോൾ കാൽവിരലുകളിൽ നഖം മുറിക്കേണ്ട ക്രമം എന്നൊരു ചോദ്യമാണ്. കാലിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്.
ഓരോ വിരലുകൾക്കും നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഏത് തുടങ്ങണം എന്ന നിലക്ക് നമ്മൾ നമ്പർ ഇട്ട് പോകണം. വലത്തെ കാലിൻ്റെ ചെറുവിരൽ മുതൽ ഇടത്തെ കാലിൻ്റെ ചെറുവിരൽ വരെയാണ് അതിൻ്റെ ക്രമമായ ഓർഡർ. 1 2 3 4 5 6 7 8 9 10 എന്നിങ്ങനെ നമ്പർ ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കുട്ടികളെ കൊണ്ടൊന്ന് തൊട്ട് കാണിക്കാൻ ആവശ്യപ്പെടുക. 1-2 തവണ അതിൻ്റെ രൂപം ഒന്ന് കുട്ടികളോട് പറഞ്ഞ് കാണിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുക. എങ്കിൽ അവരത് മറക്കില്ല. ഇനി നമുക്ക് 5-ാമത്തേലേക്ക് കടക്കാം. പൂർത്തിയാക്കാം എന്ന ചോദ്യമാണ്. പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമത്തത്, സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2, നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ്. 3, പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം. 4, അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ. 5-ാമത്തത്, ഉറക്കം അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എഴുതി കൊടുക്കാൻ ശ്രദ്ധിക്കുക. എഴുത്തിൻ്റെ കാര്യം അക്ഷരപ്പിഴവ് നല്ലോണം ശ്രദ്ധിക്കുക. 7-ാമത്തത്, വേർതിരിക്കാം എന്ന ചോദ്യമാണ്. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് പോയിൻ്റുകൾ കാണാം. നേരത്തെ ഉണർന്നാൽ, വൈകി ഉണർന്നാൽ എന്നിങ്ങനെ 2 കോളങ്ങളിലാക്കി ആ പോയിൻ്റുകളെ നമ്മൾ വേർതിരിക്കണം. അതിൽ നേരത്തെ ഉണർന്നാൽ എന്നുള്ളതിൽ നേരത്തെ ഉണരാം, ബർക്കത്തുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയുമാണ്. ഇനി വൈകി ഉണർന്നാൽ സുബഹ് നിസ്കാരം ഖളാ ആകും, ഉണരാൻ വൈകും, ബറക്കത്ത് നഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് വൈകി ഉണർന്നാലുണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വാർഷിക പരീക്ഷയായതുകൊണ്ട് ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കുക എന്ന് കൃത്യമായി നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. പാഠപുസ്തകം മുഴുവനും എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. മുഴുവനും പരീക്ഷയ്ക്കുള്ള ഭാഗമാണ്. എവിടെ നിന്നും ചോദിച്ചേക്കാം. എന്നിരുന്നാലും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷമുള്ള പാഠഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഈ പാഠഭാഗങ്ങൾ കുട്ടികളെ നന്നായി പഠിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല ചോദ്യപേപ്പറുകൾ പരിചയപ്പെടുത്തണം. അതിലൂടെ കുട്ടികൾക്ക് കൃത്യമായി പരീക്ഷയുടെ രൂപവും ഭാവവും ഒക്കെ മനസ്സിലാകും. ഇതിനേക്കാൾ നല്ല പേപ്പറുകൾ വരാനുണ്ട്. അതുപോലെ തന്നെ മറ്റു വീഡിയോകൾ വരാനുണ്ട്. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.